ഏവർക്കും പുണ്ടുചാലകത്തിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ടൂൾസിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഓപ്പൺ ടൂൾസുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. വെരി ഷോർട്ട് ആൻസർ ആയതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ആൻസറിലേക്കൊന്ന് കിടക്കാം. ഓപ്പൺ ടൂൾസിലെ ഫാസ്റ്റ് റെൻഡർ ടു MP4 സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെസ്ക് ടോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. കറക്റ്റാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഓപ്പൺ ടൂൾസിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം റെൻഡർ ഫാസ്റ്റ് ടു റെൻഡർ ടു MP4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന നേരെ ഡെസ്ക് ടോപ്പിലേക്കാണത് സേവ് ആകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. അടുത്തതാണ് ലോഡ് സൗകര്യം. നമുക്കിവിടെ നോക്കിയാൽ ലോഡ് രണ്ട് രീതിയിലെടുക്കാം. ഈ കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടും ഒരു സെല്ലിൽ ആവശ്യമായ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഡ് ലെവൽ എന്നത് വഴി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ലെവൽ എന്നതിൽ ലോഡ് ലെവൽ എന്നത് കാണാം. ഈ ലെവലുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോഡും ലോഡ് ലെവലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഡ് ലെവൽ ഉപയോഗിച്ച് ചിത്രങ്ങളാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ഓപ്പൺ ടൂൾസിലെ ഫാസ്റ്റ് റെൻഡർ ടു MP4 ഉപയോഗിച്ച് MP3 അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ ഓൾറെഡി MP4ലേക്ക് ഡെസ്ക് ടോപ്പിലേക്ക് വന്നതായിട്ട് കണ്ടതാണ്. ഇനി ഓപ്പൺ ടൂൾസിലെ റെൻഡർ സൗകര്യം ഉപയോഗപ്പെടുത്തി എക്സ്പോർട്ട് ചെയ്യാം. ഒക്കെ നോക്കാം. ഇനി മറ്റൊന്നാണ് റെൻഡറുമായി ബന്ധപ്പെട്ടുള്ളത്. റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സെറ്റിങ്സ്, ഔട്ട്പുട്ട് സെറ്റിങ്സ് വഴി ഫയൽ എങ്ങോട്ടേക്കാണ്, അതിൻ്റെ ഫോർമാറ്റ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. സൗകര്യം റെൻഡർ എന്ന ഭാഗത്തുണ്ട്. മറ്റൊന്നാണ് റെൻഡറിൽ തന്നെ കാണുന്ന പ്രിവ്യൂ. ഈ പ്രിവ്യൂ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ഇമേജ് സേവ് ചെയ്യാം, അതുപോലെ സ്നാപ്ഷോട്ടുകൾ തയ്യാറാക്കാം. എന്നല്ലാതെ ഇതിൽ നമുക്ക് റെൻഡർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഓപ്പൺ ടൂൾസിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരിയായി നോക്കാം. ബ്രൗസറിൽ വർക്ക് സ്പേസിൽ ചിത്രങ്ങൾ വരയ്ക്കാം. നമുക്കറിയാം വരയ്ക്കുന്നത് ഡ്രോയിങ് വർക്ക് സ്പേസിലാണ് നമ്മൾ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നത്. ബ്രൗസർ വർക്ക് സ്പേസിൽ ചിത്രങ്ങൾ ലോഡ് ചെയ്യാം. അപ്പോൾ ആൻസർ ബിയും സിയും മാത്രമാണ്. ഈ ഇങ്കിൻ പെയിൻറ്റ് വർക്ക് സ്പേസ് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ ബിയും സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന അളവിൽ ഒരു വീഡിയോ തയ്യാറാക്കാനായിട്ട് നമുക്കറിയാം അതിൻ്റെ വിഡ്ത്ത് 1280 പിക്സലാണ്, അതുപോലെ ഹൈറ്റ് 720 പിക്സലാണ്. അപ്പോൾ ഈ ഒരു തരത്തിലേക്കുള്ള ഒരു വീഡിയോ തയ്യാറാക്കണമെങ്കിൽ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷൻസാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, യൂണിറ്റ് പിക്സൽ തിരഞ്ഞെടുക്കുക. അതുപോലെ ക്യാമറ സൈസ് HD 720. നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് വിഡ്ത്ത് സെറ്റ് ചെയ്യാം. വിഡ്ത്ത് 1280 എന്ന് സെറ്റ് ചെയ്യാം, പിക്സൽ എന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 720 എന്നും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ക്യാമറ സൈസിൽ നിന്നും HD 720 ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ എയും അതുപോലെ തന്നെ വിഡ്ത്ത് 1280 എന്ന് വരുന്ന ഓപ്ഷൻ ബിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ആനിമേഷൻ തയ്യാറാക്കാൻ ഏറ്റവും പറ്റിയ റൂമുകൾ ഏതാണെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ വ്യത്യസ്തങ്ങളാർന്ന റൂമുകളുണ്ട്. അതിൽ നമുക്ക് ആനിമേഷൻ ചെയ്യാൻ കഴിയുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു റൂമിൽ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആനിമേഷൻ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ എക്സ് ഷീറ്റ് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ആനിമേഷൻ ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റ് റൂമുകളിലൊന്നും തന്നെ നമുക്കിങ്ങനെ ആനിമേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ലഭ്യമാകുന്നില്ല. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആനിമേഷൻ എന്നുള്ളതും ഓപ്ഷൻ സി എക്സ് ഷീറ്റ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഫ്രെയിമിന് താഴെ മറ്റ് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഹാൻഡിൽ കാണാം. ഈ ഹാൻഡിലിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. നമുക്ക് ഓപ്പൺ ടൂൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ കാണാം. ഇവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പേര് കാണുന്നുണ്ട്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റഡ് സെലക്റ്റഡ് സെൽസ്. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെല്ലുകൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇവിടെ റിപ്പീറ്റ് സംവിധാനം ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്തപ്പോഴേക്കും ആദ്യത്തെ ചിത്രം മാത്രമാണ് എല്ലാ ഫ്രെയിമിലേക്കും വന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇമേജ് സീക്വൻസിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട്, അതുപോലെ മറ്റ് ഓപ്ഷൻസ് നോക്കാം. ചിത്രശീലിൽ അവസാനത്തെ ഫ്രെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, എല്ലാ ഫ്രെയിമുകളും സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആ ഒരു ഇമേജ് സീക്വൻസിലെ എല്ലാ ഫ്രെയിമുകളും സെലക്ട് ചെയ്യണം. അതല്ലാതെ ആദ്യത്തേത് മാത്രമോ അല്ലെങ്കിൽ അവസാനത്തേത് മാത്രമോ സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, ചിത്രശ്രേണിയിൽ ഇമേജ് സീക്വൻസിലെ എല്ലാ ഫ്രെയിമുകളും സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.